ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു പാർക്കിലേക്ക് പോവുകയാണ്. തന്നെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും. അപ്പോൾ ഇന്ന് ധ്യാനോട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. അവിടെ ചിരിച്ചിരിക്കുകയാണ്. കാരണം കുറേ പറയണു ഇതേപോലെ പാർക്കിലേക്ക് പോകണമെന്ന്. നമ്മളതേട്ടോ അങ്ങനെ മനസ്സിൽ കുറേ വിചാരിക്കണം. കാരണം കുറച്ചായി പോയിട്ട്. അങ്ങനെ ഈ സൺഡേ പോകാമെന്ന് അങ്ങനെ പ്ലാൻ ചെയ്തു കേട്ടോ. പ്ലാൻ ചെയ്ത് സൺഡേ എത്തിയപ്പോൾ എനിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ. പിന്നെ ധ്യാനോട്ടനെ വിഷമിപ്പിക്കേണ്ട. അവന് പിന്നെ വയ്യ എന്ന് പോകണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആൾക്ക് നല്ല വിഷമമായി. അപ്പോൾ പിന്നെ പറഞ്ഞതല്ലേ വിചാരിച്ചിട്ട് നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ എനിക്കന്ന് ഒട്ടും വയ്യ. അവിടെ പോയിട്ട് വീഡിയോ എടുക്കേണ്ട കാര്യം പകുതിയിൽ മറന്നു. തുമ്മൽ, ജലദോഷമൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം നമ്മൾ ആദ്യം ഈ ഒരു റൈഡിലാട്ടോ പോയത്. ഞാൻ കയറുന്ന വഴിക്കൊന്നും പാർക്കിലത്തെ വീഡിയോ ഒക്കെ ലാസ്റ്റ് കണ്ടിട്ട് ഇരുട്ടത്തൊക്കെ എടുത്ത് പോകുമ്പോൾ ഞാൻ എടുക്കാൻ സത്യത്തിൽ മറന്നു. ഒന്നാമത് ഈ വയ്യാത്ത കാരണം അതൊക്കെ ഞാൻ വിട്ടു കേട്ടോ. പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസുകളാണ് ഇതിൻ്റെ ഒപ്പം ഇടുന്നത്. അപ്പോൾ ധ്യാനോട്ട് അതാ ആദ്യം ഇവിടേക്കാണ് കേട്ടോ വന്നത്. ഞങ്ങൾ മുകളിലാണ് ബാക്കി എല്ലാ ഐറ്റംസും ഉണ്ട്. നമ്മൾ ആദ്യം താഴത്തേക്ക് വന്നു. അവന് വെള്ളത്തേക്ക് ആദ്യം തന്നെ വരണം പറഞ്ഞിട്ട് ആദ്യം ഇങ്ങോട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു ആൾക്ക്. എന്നാലും പിന്നീട് നല്ല രീതിക്ക് അവൻ അവിടേക്കൊക്കെ പോയി നന്നായി ഓടിച്ചു വന്നു കേട്ടോ. മതിഞ്ഞ് ആ ഇത്തിരി പേടിയുണ്ട്. മുകളിൽ ആ കാണുന്നത് ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ. നമ്മൾ അവിടേക്കൊന്നും പോയിട്ടില്ല. ധ്യാനൂട്ടന് ഈ ബോട്ടിൻ്റെ റൈഡിലേക്ക് വരണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മുകളിലൊന്നും കളിക്കാണ്ട് പെട്ടെന്ന് താഴത്തേക്ക് തന്നെ വന്നു കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ അപ്പുറത്ത് കുറച്ച് റൈഡുകളൊക്കെ ഉണ്ട്. ഇതാ കാണുന്നതൊക്കെ റൈഡാണ് കേട്ടോ. പക്ഷെ നമ്മൾ അവിടേക്കൊന്നും പോയില്ല. അതിലൊന്നും എനിക്കൊന്നും കയറാനൊന്നും വയ്യ. അപ്പം ഞാൻ ഇല്ല പറഞ്ഞു കേട്ടോ. പിന്നെ ഇവിടെ താഴത്താണെച്ചെങ്കിൽ മേത്ത് വെള്ളം നനയും. അപ്പം വെള്ളം നനഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുകളിലത്തെ ഇതിലൊന്നും കയറാൻ അവർ വിടില്ല. അപ്പോൾ നമ്മൾ വെള്ളം ലാസ്റ്റിലേക്ക് ആക്കാം, ആദ്യം മുകളിലൊക്കെ കളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ മുകളിലേക്ക് പോവാണ് കേട്ടോ. ഒന്നുകൂടി കയറിയിട്ട് വായോ.
മണിക്കൂറിന് ശേഷം ഞങ്ങൾ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയേക്കാണ്. ധ്യാനിൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ അവിടെ ഒരു ഫ്രണ്ടിനൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ ആ ഫ്രണ്ടിനായിട്ട് എന്തൊക്കെയോ പറയണമൊക്കെ ഉണ്ട് ആൾ. പിന്നെ ഇവിടെ അങ്ങോട്ട് വെള്ളത്തിൽ തന്നെയായിരുന്നു കേട്ടോ അവൻ. പിന്നെ അപ്പുറത്ത് തന്നെ ഇതാ റൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോഴേ എനിക്ക് പെരടിയൊക്കെ വേദനിക്കണു. സംഭവം അതിൽ കയറി നിന്നിട്ട് ഇങ്ങനെ ഇതാവുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഉളുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരില്ലെങ്കിൽ കണ്ടപ്പോഴേ പേടിയായിട്ടോ. കണ്ടിട്ട് ചോദിച്ചു ഇതിൽ കയറണോ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല പറഞ്ഞു. ധ്യാനുവിന് അച്ഛൻ കയ്യിലൊരു നോട്ടം ഉണ്ട് കേട്ടോ, കയറണം പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ കുറേ പേരായിട്ട് കയറി കഴിഞ്ഞാൽ റിസ്ക്കാണ്. അവ ഒറ്റയ്ക്ക് കയറിയ വലിയ കുഴപ്പമില്ല. ഈ ബോട്ടിൽ കുറേ നേരം അവൻ ഓടിച്ചു കൂട്ടാ. അവന് നല്ല ഇഷ്ടമായി ഇത്. അപ്പോൾ വീഡിയോയിൽ ഞാൻ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ. പിന്നെ അവിടെ നിന്ന് ഇതാ ഇറങ്ങുകയാണ് കേട്ടോ. ഇനി ഫസ്റ്റ് ടൈം കയറിയപ്പോൾ വലിയ ഇഷ്ടമായില്ല കേട്ടോ. ഇപ്പോൾ ഭയങ്കര തൃപ്തിയായിട്ടാണ് ആൾ അവിടെ നിന്ന് ഇറങ്ങണത് കേട്ടോ. ഭയങ്കര സന്തോഷം. നോക്കി ചെറുക്കുണ്ട് നിന്നിട്ട് ഭയങ്കര സന്തോഷമായിട്ടാണ്. പിന്നെ ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം, ഒരു ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് കണ്ടിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കണത്. അടുത്തത് ധ്യാനുട്ടിന് നീന്തണം. അവൻ നനഞ്ഞില്ല എന്നൊക്കെ കേട്ടോ പറയുന്നത്. വെള്ളത്തിലിറങ്ങിയിട്ട് ബോട്ടിലിറങ്ങിയിട്ട് അവൻ നനഞ്ഞില്ല. അപ്പം ഇനി വെള്ളത്തിൽ നീന്തണം എന്നാണ് പറഞ്ഞിട്ട് ഇപ്പോൾ ഇതാ ഈ റൗണ്ടൊക്കെ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ അതാണ്ട് സെറ്റായില്ല അവന്. അവൻ മറ്റേ ബോട്ടിൻ്റെ റൈഡിലിരിക്കുന്ന സമയത്ത് ഒരു കുട്ടീനായിട്ട് പരിചയമായി പറഞ്ഞില്ല. ആ കുട്ടി ഇതേപോലെ ഈ റൗണ്ടിൽ ഇങ്ങനെ നീന്തുണ്ടായിരുന്നു. അപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ഇതിൽ കയറണം പറഞ്ഞിട്ട്. പക്ഷേ ആൾക്ക് പോയപ്പോൾ സെറ്റായില്ല. അവൻ്റെ ഭാരക്കുറവ് കാരണമാണോ ഇനി ആ റൗണ്ട് അവൻ്റെ ഒരു ഇതിന് സെറ്റാവാത്ത കാരണമാണോ ഫുൾ ഭാരം ഞാൻ അതിന് കൊടുക്കണ കാരണം എന്താ സംഭവം എന്ന് അറിയില്ല കേട്ടോ. അതവന് സെറ്റാവുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഹെൽപ്പിനുള്ള ആളും ഇങ്ങനെ അവന് ട്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒരെണ്ണം കൂടി ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ അതും അവന് സെറ്റാവുണ്ടായിരുന്നില്ല. ഇങ്ങനെ താന്ന് പോവുമായിരുന്നു. അപ്പോൾ ചിരിക്കുകയാണ്. പക്ഷേ താന്ന് പോകുമ്പോഴും ആൾ ചിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അവിടെ കിടന്ന് ചിരിക്കണം. അപ്പോൾ ഞങ്ങൾ ഇപ്പുറത്ത് നിന്നിട്ട് ചിരിക്കുക തന്നെയാണ്. അപ്പോൾ ഭയങ്കര ഇഷ്ടമായി. വെള്ളത്തിലൊക്കെ താവുണ്ടെങ്കിലും വെള്ളത്തിലൊക്കെ ഇങ്ങനെ കളിക്കുകയല്ലേ. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വായോ പറഞ്ഞപ്പോൾ അങ്ങനെ വന്നു ആൾ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. അടുത്തത് ധ്യാനോട്ടതാ ഇതിലാണ് കേട്ടോ കയറിയത്. ഇതിൽ കയറണ്ടെന്ന് മാക്സിമം പറഞ്ഞു. പക്ഷെ അവന് കയറിയേ പറ്റൂ, എന്താന്ന് നോക്കി നോക്കണം, വീഴുന്നൊക്കെ പറഞ്ഞപ്പോൾ വീഴൊന്നുമില്ല, ഞാൻ കയറി നോക്കി നോക്കട്ടെ പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ. പിന്നെ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കാരണം വല്ലാണ്ട് അതിങ്ങനെ കറങ്ങില്ല എന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം പിന്നെ കയറിക്കോളാൻ പറഞ്ഞു. നടക്കുന്നുണ്ട്. പറയുന്നു സ്റ്റെപ്പ് നോക്ക്. ഞാൻ തുമ്മി അവിടെ ഇരുന്നിട്ടൊക്കെ ആയിട്ടാ പിന്നെ വീഡിയോ എടുക്കില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും അച്ഛനെയും മോനെയും കാണാനില്ല. തിരഞ്ഞു വന്നപ്പോൾ ഇതാ രണ്ടുപേരും കൂടിയിട്ട് മീനുകൾക്ക് തീറ്റ അവിടെ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ധ്യാനുവിന് അത് ഇട്ട് കൊടുക്കണം പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങോട്ട് വന്നാട്ടോ. ധ്യാനു കുറേശ്ശെ ഇടും വിചാരിച്ചു, മൊത്തത്തിൽ അവിടെ ഇട്ട്. അപ്പോൾ മീനുകൾ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ വല്ലാണ്ട് കഴിക്കണ പോലെയും തോന്നിയില്ല. എല്ലാ കുട്ടികളും വന്ന് ഇട്ട് കൊടുക്കല്ലേ, അപ്പോൾ വിശപ്പുണ്ടാവില്ലായിരിക്കും.
താഴത്തുനിന്ന് ധ്യാനുട്ടൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ മുകളിലേക്ക് വന്നിട്ടാ. ഇപ്പോൾ ഞങ്ങൾ 3 പേരും കാവടിത്തുള്ളി പോണത് ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് കേട്ടോ. എനിക്ക് അച്ഛനെ സത്യം പറയാൻ നല്ല പേടി ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം തന്നെയാണ് കേട്ടോ അതിൽ കയറണത്, ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണത്. അപ്പോൾ ഞാൻ അതില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ 2 പേരും പോയിട്ട് വായോ പറഞ്ഞു. പിന്നെ കണ്ണേട്ടൻ പറഞ്ഞു അവിടെ ഹാർട്ടൊക്കെ ഉണ്ട്, നല്ല വീഡിയോ ഫോട്ടോസൊക്കെ അവിടെ പോയിട്ട് എടുക്കുക എന്ന് പറഞ്ഞിട്ട് എന്നെ ഫോഴ്സ് ചെയ്തപ്പോൾ ഞാൻ വന്നതാണ് കേട്ടോ. വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല, കുഴപ്പമൊന്നും ഉണ്ടായില്ല. അവിടെ കയറാനുള്ളൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ എത്തി, അറ്റം വരെയൊക്കെ എത്തി. അവിടേക്ക് എത്തിയപ്പോൾ പിന്നെ ഓക്കെ ആയിട്ടോ. പിന്നെ പേടി അങ്ങനെ തോന്നിയില്ല. ധ്യാനത്തിന് മുകളിൽ പോയപ്പോൾ ഒരു പേടിയില്ല കേട്ടോ. ഭയങ്കര ഇഷ്ടമായി. ആൾ താഴത്തെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ടെസ്റ്റ് ചെയ്യും. നമ്മൾ നേരത്തെ റൈഡ് ചെയ്തെല്ലാം താഴെ ഇല്ലേ എന്നുള്ള ടെസ്റ്റിങ്ങാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓടി കളിക്കണം അവിടെ. എനിക്കത് കണ്ടപ്പോൾ സത്യത്തിൽ ഇത്തിരി പേടിയായി കേട്ടോ. കാരണം അപ്പോൾ ഓടുക അവിടെ കിടന്നിട്ട്. അവിടെ നിന്ന് കുറേ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് മനസ്സ് നിറഞ്ഞ് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഇരുട്ടായേക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ കണ്ണേട്ട അവിടെ താഴെ ഇറങ്ങിയിട്ട് അവിടുത്തെ ബോർഡും കാര്യങ്ങളൊക്കെ എടുത്താണ്. എന്താണ് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് എടുത്താട്ടോ. അതൊക്കെ കയറുമ്പോൾ ഞാൻ എടുക്കാൻ മറന്നു പറഞ്ഞില്ലേ, അപ്പോൾ ഇറങ്ങുമ്പോൾ കണ്ണേട്ട എടുത്താണ് കേട്ടത്. പാർക്കിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് ഹോട്ടലിലേക്കാണ് കേട്ടോ. നല്ല വിശപ്പായി 3 പേർക്കും. ധ്യാനോട്ടിനും പറയാൻ തുടങ്ങി വിശക്കുന്നുണ്ടെന്ന്. അപ്പോൾ പിന്നെ ഇനി കഴിച്ചിട്ടാവാം ബാക്കി യാത്ര വിചാരിച്ചു കേട്ടോ. പിന്നെ സമയം 8-9 മണിയൊക്കെ ആയിട്ടോ. പിന്നെ അവൻ കുറേ കളിച്ചതൊക്കെ അല്ല, അപ്പോൾ വിശക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ഹോട്ടലിലേക്ക് കയറി. നമ്മളപ്പോൾ കുഴിമന്തിയാണ് കേട്ടോ പറഞ്ഞത്. അതൊക്കെ പറഞ്ഞ് നമ്മൾ കുഴിമന്തിക്കുള്ള വെയിറ്റിങ്ങിൽ ഇനി ഇരിക്കുകയാണ്. ധ്യാനോട്ട് എന്താ വരാത്ത ചോദിച്ചിട്ടിരിക്കുക കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോയിട്ട് ഞങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരായിരിക്കും. എല്ലാവർക്കും ബൈ.